Assalamualaikum, welcome back to my channel Lubna's Cloud. It's me Lubna. അപ്പോൾ നമുക്ക് ഓണക്കാണ് ഇപ്പം. അപ്പം ഓണത്തിനേക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വാൾ ഡെക്കർ അല്ലെങ്കിൽ ഹോം ഡെക്കർ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഡെക്കർ ഐറ്റം ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കീപ്പ് വാച്ചിങ്. അപ്പോൾ ഞാനിതാ ഇതുപോലുള്ള ചെറിയ കുറച്ച് കാർഡ്ബോർഡിൻ്റെ പീസും കൂടെ ഇതിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് നമ്മുടെ കേരള സ്റ്റൈലിൽ നമ്മുടെ നെറ്റിപ്പട്ടമൊക്കെ വെച്ചിട്ടുള്ളൊരു ആനൻ്റെ ഹെഡിൻ്റെ ആ ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെറ്റിപ്പട്ടത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ചെറിയ പീസ് കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതാ ഇതിലേക്ക് പിന്നെ നമ്മുടേതാ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. ഈ പരിപ്പ് വെച്ച് നമ്മളൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇതുപോലുള്ള ചെറിയ മാലമുത്താണ് എടുക്കുന്നത്. അതിപ്പോൾ എനിക്ക് വൈറ്റ് ആണ് ഇട്ട് ഏത് കളറായാലും കുഴപ്പമില്ല, നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നമുക്കിപ്പം ആനയുടെ നെറ്റിപ്പട്ടം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ഗ്ലൂ തന്നെ കേട്ടോ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ഫെവിക്കോളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഗ്ലൂ യൂസ് ചെയ്യാം. പിന്നെ വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്താലും ഇത് ഒട്ടുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലൈന് ഞാൻ ഇതുപോലെ വലിയ മുത്ത് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് ഒരു ലൈനും കൂടെ ഈ മുത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ വലിയ മുത്ത് ഫുള്ള് നമ്മളൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ലൈനായിട്ട് ഇതിൻ്റെ ചെറിയൊരു മുത്താണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന വേസ്റ്റ് ഐറ്റംസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഇനി നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ ഹെഡിൻ്റെ ആ ഒരു മുകളിലായിട്ട് ഇതുപോലെ 3 പേള് ഞാൻ കുറച്ച് വലുത് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് നമുക്ക് ഏത് രീതിയിലും ഈ ഒരു നെറ്റിപ്പട്ടം നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കട്ടെ, പല മോഡലും കാണാറുണ്ട്. പിന്നെ ഒരു കാര്യം, ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫുള്ള് പെയിൻറ് ചെയ്തെടുക്കണം. അതിന് ഫസ്റ്റ് ഞാൻ ബ്ലാക്ക് പെയിൻറ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഫസ്റ്റ് പെയിൻറ് ചെയ്തെടുക്കുന്നുണ്ട്.
നെറ്റിപ്പട്ടം ഒന്ന് കളർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഗോൾഡൻ മെറ്റാലിക് അക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് കളർ ചെയ്യാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ പേളിൻ്റെ അവിടെ മാത്രമായിട്ടാണ് ഗോൾഡൻ കളർ അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പേളിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ നമ്മളൊരു 3 കോട്ട് എങ്കിലും അടിക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാ ഞാനിപ്പോൾ 3 കോട്ടും ഗോൾഡൻ കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പോർഷനും കൂടെ നമുക്ക് ഗോൾഡൻ കളർ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നെറ്റിപ്പട്ടം ഒന്ന് ഫുൾ ഗോൾഡൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ നോർമലി ഉണ്ടാവുക എന്താ വെച്ചാൽ ഒരു ത്രെഡിൻ്റെ ഒക്കെ ഒരു സംഭവമാണല്ലോ. അപ്പോൾ അത് ഞാനിവിടെ കളർ ചെയ്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. അത് നമുക്കൊന്ന് കളർ ചെയ്യാം. ഇനി ഞാൻ ആനക്കൊമ്പിനും വൈറ്റ് കളറാണ് അടിച്ചെടുക്കുന്നത്. അതും കൂടെ ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഒന്ന് ഗോൾഡൻ കളർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫൈനലി നമ്മുടെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു ഹുക്ക് പോലെ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ഈ ഒരു ഓണത്തിന് നമുക്ക് വാൾ ഡെക്കറൊക്കെ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേസ്റ്റ് കാർഡ്ബോർഡ് അതോടെ വേസ്റ്റ് ആയിട്ടുള്ള മാലാമുത്തും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, പിക്സ് അയച്ചു തരിക. പിന്നെ മറക്കണ്ട, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യുക. പിന്നെ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.